ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഫ്ലേവർ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയും ഈസിയും ആയിട്ടുള്ള മാങ്ങ അച്ചാറാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. കൂടെ തൊട്ടിട്ട് കണ്ട കുഞ്ഞ ബെല്ലൈക്കനോട് പ്രസ് ചെയ്തിട്ട് ഓളം ഓപ്ഷൻ കൊണ്ട് പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നല്ല പച്ചമാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ഉപ്പ് ഇതിലേക്ക് നല്ല രീതിയിൽ പിടിക്കുന്ന രീതി 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നല്ലെണ്ണ ചിലവർക്ക് ഇഷ്ടമല്ലാത്തവരൊക്കെ കാണും ഇതിൻ്റെ സ്മെല്ലൊക്കെ. അപ്പം അതനുസരിച്ച് ചെറുതായിട്ട് ഇത്തിരി ഒഴിച്ച് കൊടുത്താൽ മതി. പക്ഷെ നല്ലെണ്ണ ഒഴിക്കുന്നതാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ കടുക് ഇവിടെ നല്ല രീതിയിൽ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. വലുതായിട്ടൊന്നും മൂപ്പിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ആക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മണൽപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ചെയ്യുമ്പോൾ ഇതിൻ്റെ തീ കുറച്ച് വെക്കണേ. പിന്നെ ഇവിടെ ഒലിവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടിയാണ് അതനുസരിച്ച് ഇട്ട് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ആവശ്യത്തിന് മതി. കുറേ ആയിപ്പോയാൽ നമുക്ക് അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം. എണ്ണയും എല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കി എടുക്കാം. ഇത് എല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ല തിളച്ച് വരണം. ഈ എണ്ണയും ഇതെല്ലാം ഒരു പതിന് വരത്തില്ല, അതേപോലെ ഇത് മിക്സ് ആക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇത് നല്ല രീതിയിൽ മൂക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നല്ല പതിനൊക്കെ വരുന്നുണ്ട്, നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരുവത്തിലാണ് വേണ്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മളെ പച്ചമാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കാം. ആ ഒരു അരപ്പെല്ലാം ഈ മാങ്ങയെ പറ്റുന്ന രീതി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതെല്ലാം നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുക്കണേ, എല്ലാ പീസിനും പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനാണ് ഇടണേ, അല്ലെങ്കിൽ ഇത് ഈ മാങ്ങയുടെ പുളി തോന്നിക്കും. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് അതും എല്ലായിടത്തും മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വിനേഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതും നല്ല രീതിയിൽ മിക്സാക്കി എടുക്കാം. ഇത് നല്ല വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ അപ്പം തൊട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ അരപ്പെല്ലാം നല്ല രീതി പറ്റി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ ഓവറായിട്ട് വേവേണ്ട ആവശ്യമില്ല. ഈ അരപ്പെല്ലാം കൂടെ നല്ല തിളച്ച് ചെറുതായിട്ടൊന്ന് ആ മാങ്ങ വെന്താൽ മതി. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇതെല്ലാം നല്ല തിളച്ച് മാങ്ങയൊക്കെ ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല മണമായിരുന്നു കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ മാംഗോ പിക്കിൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൽ വെള്ളമൊന്നും ഇല്ലാത്ത കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് ഇത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. വളരെ ടേസ്റ്റാണ്. നമുക്ക് നല്ല ടേസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്തറിയിക്കാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ കമൻറ്റ് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ. കൂടെ തൊട്ടിട്ട് കുഞ്ഞ ബെല്ലൈക്കനോട് പ്രസ് ചെയ്തോളം ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താലേ ഞാൻ നേരിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും നിങ്ങൾ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.